കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച ഭാഗം ഇതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട്, നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് ദൈവം ആണയിട്ട് യേശുക്രിസ്തുവിന് മേൽ ഒരു ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. അപ്പോൾ മറ്റുള്ള മഹാപുരോഹിതന്മാർക്ക് ഇപ്രകാരം ഒരു ആണയോടുകൂടി അല്ല ശുശ്രൂഷയുടെ കടന്നത്. എന്നാൽ കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ദൈവം കൊടുത്ത ഒരാണയോടുകൂടെ അത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വീണ്ടും ഉറപ്പിക്കുകയാണ്. അതൊരിക്കലും മാറത്തില്ല എന്ന് വെളിപ്പെടുത്തുകയാണ്. ഇപ്രകാരം അങ്ങനെ ഉണ്ടായതായിരിക്കുന്ന ശുശ്രൂഷ ഏതിന്മേലാണ് തുടങ്ങിയത്? ഒരു പുതിയ നിയമത്തിന്മേൽ, എ ന്യൂ കവനന്റ്, ഒരു പുതിയ നിയമത്തിന്മേൽ. അങ്ങനെയെങ്കിൽ തുടർന്ന് നമ്മൾ ചിന്തിപ്പിക്കുവാൻ പോകുന്നത് പുതിയ നിയമങ്ങളും പഴയ നിയമവും തമ്മിലുള്ളതായിരിക്കുന്ന ശുശ്രൂഷയുടെ വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി കവനന്റ് എന്നുള്ള ഒരു വേർഡിനെ കുറിച്ച് നമ്മളൊരല്പം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെടുന്ന വിഷയമാണ് നിയമം എന്ന് പറയുന്നത്, കവനന്റ്. ഒന്ന് സബ് ഹെഡിങ് നോട്ട് ചെയ്താൽ കവനന്റ്, ഉടമ്പടി അഥവാ നിയമം. കവനന്റ് എന്താണ്? കവനന്റ് എന്നുള്ളതിൻ്റെ ഹീബ്രായ വേർഡാണ് ബെരീത്ത്. ഒന്ന് നോട്ട് ചെയ്താൽ BERITH, ബെരീത്ത്. ബെരീത്ത് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിവൈഡ് ഇൻറ്റു ടു, രണ്ടായിട്ട് മുറിക്കുക. ബെരീത്ത് എന്നുള്ള വേർഡിൻ്റെ എബ്രായ വേർഡിൻ്റെ മീനിങ് ഡിവൈഡ് ഇൻറ്റു ടു, രണ്ടായിട്ട് മുറിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കവനന്റ്, ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിൽ എടുക്കുന്നതായിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉടമ്പടി എന്ന് പറയുന്നത്. രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ തമ്മിൽ ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഉടമ്പടി, ഒരു നിയമം. ആ നിയമമാണ് ഒരു കവനന്റ് എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, സാധാരണ ബന്ധത്തെക്കാൾ വളരെ വിലപ്പെട്ടതായിരിക്കും ഒരു കവനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഒരു നോർമൽ റിലേഷൻഷിപ്പ് പോലെ അല്ല കവനന്റ് റിലേഷൻഷിപ്പ്. കവനന്റ് റിലേഷൻഷിപ്പ് ഒരു നിയമത്തിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ അത് ആര് തമ്മിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നുവോ അവർ തമ്മിൽ ഒന്നുകൂടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കാണുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമുക്കറിയാം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. എന്ത് ഉടമ്പടി? അവർ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അവർ ദൈവത്തിന് മുൻപാകെ, സഭയുടെ മുൻപാകെ, വിശുദ്ധ ദൂതന്മാരുടെ മുൻപാകെ അവരെടുക്കുന്ന തീരുമാനമുണ്ട്. ഈ നിൽക്കുന്ന പുരുഷൻ, ഈ നിൽക്കുന്ന ഇന്ന ആളിനെ ജീവപര്യന്തം, മരണപര്യന്തം എൻ്റെ വിവാഹ ഭർത്താവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഭാര്യ പറയുമ്പോൾ ഭർത്താവ് പറയുന്നു, വിവാഹ ഭാര്യയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപാകെ അവർ രണ്ടുപേരും തമ്മിലെടുക്കുന്ന ഒരു ഉടമ്പടിയാണോ വിവാഹ ജീവിതമെങ്കിൽ ആ ഉടമ്പടി കൊണ്ട് അർത്ഥമാകുന്നത്, ഉടമ്പടിക്ക് ശേഷം ലഭിക്കുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു ബന്ധമല്ല, പിന്നെയോ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിനെ നമ്മൾ കാണുവാൻ സാധിക്കും. ശ്രദ്ധിച്ച് നിങ്ങളെൻ്റെ ഓരോ പോയിന്റുമായിരിക്കണം. ഒരു ഉടമ്പടിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ടുവരുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് അല്ല, പിന്നെയോ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പാണ് ആ ഉടമ്പടി കൊണ്ടുവരുന്നത്. അതാണ് ഉടമ്പടിയുടെ ഒന്നാമത്തെ പ്രത്യേകത. ഒരു ഉടമ്പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉടമ്പടിയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. ഒന്ന്, ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ചുമതല, ഒരു ഉത്തരവാദിത്വം. രണ്ട്, അവർക്ക് ചില ഡ്യൂട്ടീസ് ചെയ്യുവാനുണ്ട്, ചില കാര്യങ്ങൾ അവർക്ക് നിവർത്തിക്കുവാനുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉടമ്പടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഉടമ്പടിയിൽ എന്തുണ്ട്? ഉടമ്പടിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അതിൽ ചില ജോലി അവർക്ക് ചെയ്യുവാനുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ജോലികൾ ചെയ്യണമെങ്കിൽ മറ്റ് പലവിധമായിരിക്കുന്ന അനുഭവങ്ങൾ, സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതിൽ ഒന്നാമത്തേതാണ് ട്രസ്റ്റ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ട്രസ്റ്റ്, പരസ്പരം വിശ്വാസം.
2 ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. 2 കൂട്ടുകാരും 2 പേരും തമ്മിലുള്ള വിശ്വസ്തത. 3 ലോയൽറ്റി. പ്രധാനമായിട്ട് ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടിയിൽ 2 പേർക്കും ചില കടപ്പാടുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ഉത്തരവാദിത്തം അത് പൂർണ്ണമായിട്ട് ഉടമ്പടി നിലനിൽക്കണമെങ്കിൽ അവർക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ട്രസ്റ്റ് വേണം, ഒരു വിശ്വാസം വേണം. അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു വിശ്വസ്തരായിരിക്കേണ്ടത് അവരാവശ്യമാണ്. ലോയൽ ആയിരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഉടമ്പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഏത് ഉടമ്പടിയും ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ഒരു പൂർണ്ണമായിട്ട് എടുക്കുന്നതായിരിക്കുന്ന ഒരു സമർപ്പണം. അതിനകത്ത് ഒരു വലിയ കമ്മിറ്റ്മെൻറ്റ്, നമുക്കൊരു വലിയ ചുമതല അതിനകത്ത് ഉണ്ട് കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ള ഉടമ്പടികളെ നമ്മൾ കാണുന്നു. ഞാൻ ആദ്യം പറഞ്ഞു 2 അതിലുപരിയായ ആൾക്കാർ തമ്മിൽ എടുക്കുന്നതായിരിക്കുന്ന ഒരു നിയമമാണ് ഉടമ്പടി. പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി പ്രധാനമായിട്ട് 3 രീതിയിലുള്ള ഉടമ്പടികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ ഉടമ്പടി മാൻ വിത്ത് മാൻ, മനുഷ്യൻ മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്നു. മനുഷ്യൻ മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്നു. അത് 2 രീതിയിൽ നമുക്കതിനെ കാണുവാൻ സാധിക്കും. ഒന്ന്, 2 കൂട്ടുകാർ തമ്മിൽ ഉടമ്പടി ചെയ്യുന്നു. 1 ശമൂവേൽ ചാപ്റ്റർ 18 വേഴ്സ് നമ്പർ 3. 1 ശമൂവേൽ 18-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ നമുക്കൊരു ഉടമ്പടിയെ നമുക്ക് കാണുവാൻ സാധിക്കും. 1 ശമൂവേൽ ചാപ്റ്റർ 18 വേഴ്സ് 3. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായിട്ട് യോനാഥാൻ ദാവീദിനൊരു സഖ്യത ചെയ്തു. എന്താ അതിൻ്റെ കാരണം? ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അവർ തമ്മിലുള്ളതായിരിക്കുന്ന അവർ തമ്മിലുള്ളതായിരിക്കുന്ന ഒരു കൂട്ടുകാരെ പോലെ അവരുടെ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ഒരു സഖ്യതയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്താ സഖ്യത? നിങ്ങൾക്കറിയാം, ഈവൻ ദോ ശൗല് ദാവീദിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചെങ്കിൽ തന്നെയും യോനാഥാൻ ദാവീദിനോട് ഉടമ്പടി ചെയ്തിരുന്നതിനാൽ യോനാഥാനോ ദാവീദിനോ ഒരു ദ്രോഹം ചെയ്യുവാൻ സാധ്യമായില്ല. എന്താ അതിന് കാരണമായിരിക്കുന്നത്? ദാവീദും യോനാഥാനും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഉടമ്പടി ചെയ്യുന്നുവെങ്കിൽ ആ ഉടമ്പടി കൊണ്ട് വലിയ അനുഗ്രഹമുണ്ട്. എന്താ അനുഗ്രഹമായിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ഒരു ഊനൻ പോലും ഒരു മുടന്തൻ പോലും കടന്നു ചെല്ലരുതെന്ന് നിയമം ഉള്ള സ്ഥാനത്താണ് ഈ യോനാഥാൻ്റെ മകനാകുന്ന മെഫീബോശെത്ത്. അവൻ 2 കാലും മുടന്തനായിരുന്നിട്ടും രാജാവിൻ്റെ രാജവിരുന്നശാലയിൽ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിനോടുകൂടെ പന്തിയിൽ ഇരിക്കുവാനുള്ള പദവി ഈ മെഫീബോശെത്തിന് ലഭിച്ചത് യോനാഥാൻ കാരണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ന്യായമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മെഫീബോശെത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ പോലും ചെല്ലുവാൻ സാധിക്കത്തില്ല, അടുത്തെങ്കിലും ചെല്ലുവാൻ സാധിക്കും. എന്തുകൊണ്ട്? രാജാവ് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, മുടന്തന്മാരോ കുരുടന്മാരോ ആരും തൻ്റെ കൊട്ടാരത്തിൽ വരരുത്. എന്നാൽ ആ സ്ഥാനത്ത് മെഫീബോശെത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിനോടുകൂടെ ഇരുന്ന് ആഹാരം കഴിക്കുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ യോനാഥാൻ മുഖാന്തരമായിട്ടാണ്. ഇതെന്തിനെ ചൂണ്ടിക്കാണിക്കുന്ന അറിയാമോ? ഈ കാലങ്ങളിൽ കർത്താവായ യേശു മുഖാന്തരമായിട്ട് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന പദവിയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് മെഫീബോശെത്ത് ആരെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഓരോരുത്തരുമാണ് മെഫീബോശെത്ത്. ആരാണ് ദാവീദ് ചിന്തിച്ചത്? ദാവീദ് ദൈവത്തിൻ്റെ സ്ഥാനമാണ്. യോനാഥാന് ഏത് സ്ഥാനമാണ്? കർത്താവായ യേശുവിൻ്റെ സ്ഥാനമാണ്. യേശുക്രിസ്തു മുഖാന്തരമായിട്ട് ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ലെങ്കിലും ദൈവത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തോടുകൂടെ പന്തിയിൽ ഭോജനം കഴിക്കുവാൻ കാരണമായി തീർന്നത് ഒരു നല്ല യോനാഥാൻ മുഖാന്തരമായിട്ട്. മനസ്സിലായവർ കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് മനുഷ്യൻ മനുഷ്യനോട് നിയമം ചെയ്യുന്നു. മനുഷ്യൻ മനുഷ്യനോട് നിയമം ചെയ്യുമ്പോഴും ആ നിയമത്തിന് ഒരിക്കലും ഒരു മാറ്റം വരുവാൻ സാധ്യമല്ല. 2, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഒരു നിയമമാണ് വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത്. മലാക്കി ചാപ്റ്റർ 2 വേഴ്സ് 14. മലാക്കി 2:14. മലാക്കി 2:14. അവിടെ എന്ത് സംഭവിച്ചു? 2 പേര് തമ്മിലുള്ളതായിരിക്കുന്ന ഒരു ഉടമ്പടി. എന്തായിരുന്നു ഉടമ്പടി?
തമ്മിൽ ഒരു വിവാഹ ഉടമ്പടിയാണ് അവിടെ കാണുന്നത്. എന്നാൽ ആ ഉടമ്പടി ആര് തമ്മിൽ ചെയ്യുന്നു? രണ്ട് വ്യക്തികൾ തമ്മിൽ ചെയ്യുന്നു. എന്താ അവർ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൽ ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ ഈ നിയമം നിലനിൽക്കും. ഇത് മരണപര്യന്തം ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ ഈ നിയമം സ്ഥാപിതമാണ്. ഈ നിയമത്തിന് മാറ്റം വരുവാൻ സാധ്യമല്ല. അപ്പോൾ രണ്ട് പേര് തമ്മിൽ എടുക്കുന്ന ആയിരിക്കും തീരുമാനം. രണ്ട് വ്യക്തികൾ, ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കൂട്ടുകാർ തമ്മിൽ തീരുമാനമെടുക്കുക. രണ്ട്, ഇവിടെ കടന്ന് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ തീരുമാനമെടുക്കുക. എന്താ തീരുമാനം? അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. ദാറ്റ്സ് ഓൾ. എന്നാൽ ഏത് മനുഷ്യൻ മനുഷ്യനോട് ഒരു നിയമം ചെയ്യുന്നു, ആ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന നിയമത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ആ നിയമം ചെയ്യപ്പെട്ട മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ നിയമത്തിന് മാറ്റം വരുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണേ പറഞ്ഞ വേർഡ്. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ നിയമത്തിന് മാറ്റം വരുവാൻ സാധ്യമല്ല. രണ്ട്, മനുഷ്യൻ തന്നോട് തന്നെ നിയമം ചെയ്യുന്നു. മാൻ വിത്ത് ഹിംസെൽഫ്. മനുഷ്യൻ തന്നോട് തന്നെ നിയമം ചെയ്യുന്നു. പലപ്പോഴും ഈ ഒരു അനുഭവം ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. എന്താണ് നിയമം ചെയ്ത്? ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 1-ാമത്തെ വാക്യം. ജോബ് ചാപ്റ്റർ 31 വേഴ്സ് നമ്പർ 1. മനുഷ്യൻ തന്നോട് തന്നെ ഒരു നിയമം ചെയ്യുന്നു. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ഇയ്യോബ് പറയുകയാണ്, ഞാനൊരു നിയമം ചെയ്തു. എന്നോട് തന്നെ ഒരു നിയമം ചെയ്യുക. എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു നിയമം ചെയ്യുക. അതുകൊണ്ട് ആ നിയമത്തിന് വിരുദ്ധമായിട്ട് എൻ്റെ കണ്ണിനെ എനിക്ക് യൂസ് ചെയ്യുവാൻ പറ്റത്തില്ല. തന്നോട് തന്നെ ഒരു നിയമം ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടി പോലെ തന്നെ വളരെ വാല്യുബിൾ ആയിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഒരു ഉടമ്പടി. രണ്ട്, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് സാംസ് 39 വേഴ്സ് 1. സാംസ് 39, സങ്കീർത്തനം 39:1. ദാവീദ് എടുക്കുന്ന ഒരു ഉടമ്പടിയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. അത് തൻ്റെ ഒരു നിയമം, താൻ എടുത്ത ഒരു ഉടമ്പടിയാണ്. വായിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസിൻ്റെ ഒരു ഉടമ്പടി വായിച്ചിട്ട് ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 20 and 21. 20-21 വാക്യം. ഗലേഷ്യൻസ് 2:20-21. അവിടെ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത്. താൻ ലോകത്തിലേക്ക് താൻ നോക്കുമ്പോൾ, ലോകത്തിൽ താൻ ജീവിക്കുമ്പോൾ തൻ്റെ ഒരു നിയമം മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ ജീവിക്കുന്നത്. താൻ ഒരു ഉടമ്പടി താൻ എടുത്തു. എന്താ ഉടമ്പടി എടുത്തത്? താൻ എടുത്ത ഉടമ്പടി തന്നോട് തന്നെ. എന്താ ഉടമ്പടി? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, പിന്നെയോ എനിക്ക് വേണ്ടി ജീവൻ ഏൽപ്പിച്ചെന്ന കർത്താവായ യേശു ക്രിസ്തുവിനായി ഞാൻ ജീവിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, തന്നോട് തന്നെ ഒരു ഉടമ്പടി ചെയ്യുക. ഈ ഉടമ്പടി തൻ്റെ ഉള്ളിൽ എപ്പോഴും തന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. തൻ്റെ ഉള്ളിൽ എപ്പോഴും തനിക്കത് ബോധ്യം കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ ഉടമ്പടിയിൽ തനിക്ക് മാറുവാനായിട്ട് സാധ്യമല്ല. ഗലേഷ്യനിൽ അപ്പോസ്തലനായ പൗലോസ് ഉടമ്പടി എടുക്കുന്നുണ്ട്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇതൊരു ഉടമ്പടിയാണ്. എന്താ ഉടമ്പടി? അതുകൊണ്ട് എനിക്ക് അതിന് വിരുദ്ധമായിരിക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല. രണ്ടാമത്തെ ഉടമ്പടി, മനുഷ്യൻ മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്നു. നമ്മളൊന്ന് മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഒരു ഉടമ്പടിയിൽ കൂടെ പോയെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ജീവിതം ക്രമീകരിക്കപ്പെടണമെങ്കിൽ, ജീവിതത്തിന് മാറ്റങ്ങൾ വരണമെങ്കിൽ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, അഥവാ ഈ ലോകത്തിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ നാം നമ്മോട് തന്നെ ഒരു ഉടമ്പടി ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ നമുക്ക് സാധിക്കത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകുകയില്ല. വേദപുസ്തകം ഇപ്രകാരം പറയുന്നുണ്ട്, അതെ, ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ, ദോസ് ഹൂ ഹാത്ത് നോ റൂൾ ഓവർ ഹിസ് ഓൺ സ്പിരിറ്റ്, തൻ്റെ ആത്മാവിന്മേൽ നിയന്ത്രണമില്ലാത്ത പുരുഷൻ, തനിക്ക് തന്നെ കൺട്രോൾ ചെയ്യുവാൻ പറ്റാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന ഒരു പട്ടണമായി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വിശുദ്ധ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാൻ ഒരു കാര്യമാണ് ഉള്ളത്, നമ്മോടെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്.
നമ്മൾ നമ്മോട് തീരുമാനമെടുക്കാത്തത് കൊണ്ടല്ല, ആ തീരുമാനത്തെ നിലനിൽക്കാത്തതാണ് പ്രശ്നം. നാം തീരുമാനങ്ങൾ ഒത്തിരി എടുക്കുന്നുണ്ടെങ്കിലും ആ തീരുമാനത്തിന് യാതൊരു വിലയില്ല. മൂന്നാമത്തെ കവനൻ്റാണ് ഗാഡ് ആൻഡ് മാൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഉടമ്പടി. ജെനസിസ് ചാപ്റ്റർ 9 വേഴ്സ് 12, ഉൽപ്പത്തി 9-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഉൽപ്പത്തി 9:12. ദൈവം പറയുന്നു, ഞാനൊരു നിയമം ചെയ്യുന്നു. വേദപുസ്തകം ഞാൻ പഠിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരുമായിട്ട്, തൻ്റെ ജനവുമായിട്ട്, തൻ്റെ മക്കളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നു എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ ഒരു പേര് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് ആ പേര് വെളിപ്പെടുന്നത്, യഹോവയാം ദൈവം. യഹോവ, യാവേ എന്നുള്ള പേര് വെളിപ്പെടുത്തുന്നത് ഇറ്റ്സ് എ കവനന്റ് നെയിം, ഒരു ഉടമ്പടിയുടെ നാമമാണ്. എന്താ ഉടമ്പടി? മനുഷ്യനുമായിരിക്കുന്ന ബന്ധത്തിലുള്ള ഒരു ഉടമ്പടിയുടെ നാമമാണ് യാവേ അഥവാ യഹോവ. യഹോവ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ഉടമ്പടി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേകമായിരിക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് ഏതാണ്ട് ചോദിച്ചിട്ട് ദൈവം ചെയ്യുന്നതല്ല. ദൈവം തന്നെ മുൻപോട്ട് അങ്ങോട്ട് ചെന്നിട്ട് ദൈവം നോഹയോട് പറയുകയാണ്, ഞാൻ നിന്നോടും ഈ ലോകത്തിലെ സകല പ്രാണികളോടും ഒരു നിയമം ചെയ്യുവാൻ പോകുകയാണ്. ദൈവം മുൻപോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുക, ദൈവം മുൻപിലേക്ക് ഇറങ്ങുക ഒരു നിയമത്തിന് വേണ്ടി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവം തൻ്റെ ജനവുമായിട്ട്, തൻ്റെ മക്കളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കവനന്റ് റിലേഷൻഷിപ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടത് ഒരു പൊത്തുവരുത്ത ജീവിതമല്ല, ദൈവത്തിന് വേണ്ടത് ഏതോ ഒരു ബന്ധമല്ല, ദൈവത്തിന് വേണ്ടത് ഒരു വ്യക്തമായിരിക്കുന്ന ഡീപ്പ് റിലേഷൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകണമെങ്കിൽ ആ വ്യക്തി നിർബന്ധമായിട്ട് ഒരു ഉടമ്പടിയിൽ കൂടെ കടന്നു പോകാതെ സാധ്യമല്ല. ഒരു ഉടമ്പടി ജീവിതത്തിൽ എടുത്തെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിലേക്ക് അതുമായിട്ടൊരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരികയുള്ളൂ. ദൈവത്തിൻ്റെ ഉടമ്പടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനു മുൻപ് ദൈവം നോഹയെ നോക്കിക്കൊണ്ട് ചില ക്വാളിറ്റി കണ്ടു. എന്താ? ലോകം മുഴുവൻ അധമത്തിൻ കീഴിലായിരിക്കുമ്പോൾ, പാപത്തിൻ കീഴിലായിരിക്കുമ്പോൾ ദൈവം അതിനകത്ത് ഒരു നീതിമാനെ കണ്ടു. അതായിരുന്നു നോഹ. ആ നീതിമാനെക്കുറിച്ച് ദൈവം എന്ത് പറഞ്ഞു? ഞാൻ നിന്നെ ഈ തലമുറയിൽ നിഷ്കളങ്കനായി ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നോഹയും അവൻ്റെ കുടുംബത്തെയും രക്ഷിച്ചതിന് ശേഷമാണ് ഒരു ഉടമ്പടി ചെയ്യുവാനായിട്ടിടയായിത്തീർന്ന. ഉടമ്പടി നോഹയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. ഇന്ന് ആ ഉടമ്പടിയുടെ അനുഗ്രഹമാണ് ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതാണ് ആകാശത്തിലെ മഴവില്ല്. അതാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് പറയുന്നത്, ഈ ലോകത്തെ പൂർണ്ണമായിട്ട് ദൈവം എന്നേക്കും വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന്. ഭാഗികമായിട്ട് നശിപ്പിക്കത്തില്ല, നല്ല പൂർണ്ണമായിട്ട് വെള്ളം കൊണ്ട് ഈ ലോകത്തെ ദൈവം നശിപ്പിക്കുകയില്ല. അത് ദൈവം കൊടുത്തൊരു ഉടമ്പടിയാണോ? ആർക്ക് കൊടുത്തു? നോഹയ്ക്ക് കൊടുത്തു. ആർക്ക് ഉടമ്പടിയാണ്? നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, മനുഷ്യൻ മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്നു. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഈ രണ്ട് മനുഷ്യരിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കും കാലം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടിയുടെ കാലാവധി, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഭാര്യയും ഭർത്താവും ആണെങ്കിലും അതിലാരെങ്കിലും ഒരാൾ മരണം കൊണ്ട് വേർപെട്ട് കഴിഞ്ഞാൽ അവിടം കൊണ്ട് ആ നിയമം അവിടെ വച്ച് അവസാനിച്ചു. അതോടുകൂടി അത് ബ്രേക്കായി. രണ്ട് മനുഷ്യൻ മനുഷ്യനോട് തന്നെ നിയമം ചെയ്യുന്നു. ആ നിയമത്തിനുള്ള കാലമെന്ന് പറയുന്നത് അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ നിയമത്തിന് യാതൊരു വിലയുമില്ല. എന്നാൽ വളരെ വാല്യുബിൾ ആയിരിക്കുന്ന ഒരു നിയമമാണ് മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന നിയമം, അഥവാ ദൈവവും മനുഷ്യരുമായിരിക്കുന്ന ഒരു നിയമം. ദൈവവും മനുഷ്യരുമായിരിക്കുന്ന ഒരു കവനൻ്റാണ്. ഈ ബാക്കിയുള്ള രണ്ട് ഉടമ്പടികളിലും വളരെ പ്രാധാന്യമായിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, വളരെ പ്രാധാന്യമായിരിക്കുന്നത് ദൈവവും മനുഷ്യരുമായിട്ട് ഉടമ്പടിയാണ്. എന്തുകൊണ്ട് അത് പ്രാധാന്യമർഹിക്കുന്നു? അതിൻ്റെ 3 കാരണങ്ങളെയാണോ ഞാൻ പറയുവാനാകും. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ഈ ദൈവം ഇറ്റേണൽ ആയതുകൊണ്ട് ഈ ഉടമ്പടിക്കും എന്ത് പ്രത്യേകതയുണ്ട്? ഒരിക്കലും അതിൽ നിന്ന് വേർപെടുവാനായിട്ട് സാധ്യമല്ല.
ദൈവം നിത്യനായി നിൽക്കുന്നുണ്ട്, വേർപെടാതെ നിൽക്കുന്നുണ്ട്, മരണം കൊണ്ട് മാറ്റമില്ലാത്തവനായ മരണം സംഭവിക്കാത്തവനായതുകൊണ്ട്, ദൈവം മരിക്കാത്തവനായതുകൊണ്ട് ആ ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രത്യേകത അതൊരു ലൈഫ് ലോങ് ആണ്. ഒരു നിയമം നടക്കുന്നത് ആ ലൈഫ് ലോങ് ആയിട്ടൊരു നിയമം ചെയ്യുന്നു. രണ്ട്, ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വായിച്ചോട്ടെ, എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 5, ഉൽപ്പത്തി 19 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പുറപ്പാട് 19:5. പുറപ്പാട് 19:5. എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 5. യെസ്. അവിടെ എന്ത് സംഭവിച്ചു? ദൈവം ഇസ്രായേൽ മക്കളോട് ഒരു ഉടമ്പടി കൊടുക്കുകയാണ്. ആ ഉടമ്പടി കൊടുക്കുന്നത് കൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്ക് ആരായിരിക്കും? ഒരു വിശേഷ രാജകീയ പുരോഹിത വർഗമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ബ്ലെസ്സിങ്സ് ആണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്. ഒരു മനുഷ്യനുമായിട്ട് ആരെങ്കിലും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹത്തിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തോട് ആരെങ്കിലും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് ഒരു ലിമിറ്റേഷൻസും ഇല്ല. ആ ഉടമ്പടി ദൈവത്തിൻ്റെ സർപ്ലസ് ആയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് പകരപ്പെടുവാനുള്ള ഒരു മുഖാന്തരമായിരിക്കും ആ ഉടമ്പടി. ദൈവം ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് ഇപ്പോൾ ആരെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു രാജകീയ പുരോഹിത വർഗമാണ്, നിങ്ങൾ എനിക്ക് ഒരു വിശുദ്ധ ജനമാണ്, നിങ്ങൾ എനിക്ക് ഒരു സ്വന്തമായി ഒരു ഹയർ പ്രിവിലേജ് ആണ് ദൈവത്തോടുകൂടെ ബന്ധപ്പെടുന്ന നിയമം ചെയ്യുന്നവർക്ക് ലഭ്യമായി തീരുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് മച്ച് ഹാർഷ്. ദൈവത്തോട് ഉടമ്പടി ലംഘിച്ചാൽ അതിൻ്റെ പരിണതഫലം വളരെ ഗ്രേറ്റ് ആണ്. The consequence for not keeping the covenant are much harsher. യെശയ്യാ chapter 24 verse 5. യെശയ്യാ 24:5. ഭൂമി അതിൻ്റെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടോ അത് പ്രമാണങ്ങളെ ലംഘിച്ചു. ദൈവം കൊടുത്ത നിയമത്തെ ലംഘിച്ചത് കൊണ്ട് താഴോട്ട് മനസ്സിലായി. ദൈവം അതിനെ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചത് മുഖാന്തരമായിട്ട് അവർക്ക് ഒരു വലിയ ദോഷം കടന്നു വരികയാണ്, വലിയ നാശം കടന്നു വരികയാണ്. എന്താ അതിൻ്റെ കാരണമായിരിക്കുന്നത്? ഉടമ്പടി ലംഘിച്ചു എന്നുള്ളതാണ്. ഉടമ്പടി ലംഘിച്ചു എന്നുള്ളത് അതിന് കാരണമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തോട് ഉള്ള ഉടമ്പടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തിട്ട് ഒരു മനുഷ്യനും അതിനകത്തുനിന്ന് മാറുവാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ഒരു ഇഫ്താഹ് ദൈവത്തോട് ഉടമ്പടി ചെയ്തു. എന്താ ചെയ്തത്? ഞാൻ ഈ ശത്രുക്കളെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ ആര് എതിരേൽക്കുന്നുണ്ട് അത് ഞാൻ എൻ്റെ ദൈവത്തിന് യാഗമായി കൊടുക്കും. താന് യുദ്ധം കഴിഞ്ഞ് ജയാളിയായി മടങ്ങി വരുമ്പോൾ തന്നെ എതിരേറ്റത് തനിക്കുണ്ടായിരുന്ന ഏക മകളായിരുന്നു. ആ മകൾ വരുന്ന കാഴ്ച കണ്ടപ്പോൾ ഇഫ്താഹ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അയ്യോ മകളെ, ദൈവത്തോട് ഞാൻ എടുത്ത ഉടമ്പടിയിൽ നിന്ന് എനിക്ക് മാറിക്കൂടാ, അതുകൊണ്ട് ഞാൻ നിന്നെ യാഗം കഴിച്ചേ പറ്റത്തുള്ളൂ. എന്താ സംഭവിച്ചത്? ആ പെൺകുട്ടിയെ വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടിയെ യാഗമായിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. എന്താ അതിന് കാരണമായിരുന്നത്? ദൈവത്തോട് ആരെങ്കിലും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി ഒരു കാരണവശാലും മാറ്റപ്പെടുവാനായിട്ട് സാധ്യമല്ല. മാറ്റാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം വലുതാണ്, മാറ്റിയാൽ അതിൻ്റെ ദോഷവും വലുതാണ്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ദൈവത്തോട് ആരെങ്കിലും ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടി പ്രകാരമായിട്ട് നിന്നാൽ അതിൻ്റെ അനുഗ്രഹം വളരെ വലുതാണ്. ഉടമ്പടി പ്രകാരം നിന്നില്ല എങ്കിൽ, അഥവാ ഉടമ്പടി ലംഘിച്ചുവെങ്കിൽ അതിൻ്റെ ശിക്ഷയും വളരെ വലുതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കടന്നു വരുന്നതായിരിക്കും, ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ മക്കളാകുവാൻ വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ ഞാനും എൻ്റെ ദൈവമായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. ഞാൻ അവൻ്റെ മകനായിരിക്കും, ദൈവം എനിക്ക് ആരായി മാറ്റപ്പെടും.
എൻ്റെ പിതാവായി മാറ്റപ്പെടും. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിൻ്റെ മകനും ദൈവം എൻ്റെ പിതാവുമായി മാറ്റപ്പെട്ടു. ആ ഒരു ഉടമ്പടിയിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഞാൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താ ഞാൻ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അപ്പോൾ അശുദ്ധമായതൊന്നും തുടരുത്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടകരമല്ലാത്തത് ഞാൻ പറഞ്ഞു വരുന്ന വേർഡ് എന്ന് പറയുന്നത് 2 Corinthians chapter 6 verse 16 onwards ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. അശുദ്ധമായത് ഒന്നും നിങ്ങൾ തുടരുത്. അപ്പോൾ ദൈവത്തിന് മക്കളായി തീരണമെങ്കിൽ, ദൈവത്തിന് മക്കളായി ജീവിക്കണമെങ്കിൽ അവരെന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അശുദ്ധമായത് തുടരുത്. എനിക്കും എൻ്റെ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിന് മകനായിട്ട് എനിക്കും, ദൈവം എൻ്റെ പിതാവുമായിട്ട് തീരും. അങ്ങനെയെങ്കിൽ എന്താ അതുകൊണ്ട് ലഭിക്കുന്നൊരു ഗുണം? ദൈവം എൻ്റെ പിതാവാകുന്നുവെങ്കിൽ അപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു. എന്നാൽ ഞാൻ തിരിച്ചെന്തോ ചെയ്യണം? എൻ്റെ അപ്പൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാൻ വിശുദ്ധനായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നെങ്കിൽ, എനിക്കൊരു കടപ്പാടുണ്ട്, ദൈവത്തിനൊരു ചുമതലയുണ്ട്. ഈ രണ്ട് ജോലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ അതൊരനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ എന്തു വരും? ഈ നിയമത്തിന് എന്തെങ്കിലും ഒന്ന് ലംഘിച്ചാൽ, എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നതുകൊണ്ട്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ നിയമത്തെ ആരെങ്കിലും ലംഘിച്ചാൽ അവർക്ക് എന്ത് പ്രാപിക്കും? ശിക്ഷ അവരനുഭവിക്കേണ്ടതായിട്ട്. എന്തുകൊണ്ട്? ആ ഉടമ്പടി ലംഘിച്ചതുകൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഉടമ്പടിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഉടമ്പടി നമുക്കൊരു ഹയർ പ്രിവിലേജ് നമുക്ക് തരുന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ആ ഉടമ്പടി നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ ഒരു വലിയ അനുഗ്രഹം നമുക്കുണ്ടാകും. എന്നാൽ ആ ഉടമ്പടി നമ്മൾ ലംഘിക്കുന്നുവെങ്കിൽ അതിന് ശിക്ഷയും വലുതായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറഞ്ഞത്, ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുവാനായിട്ട് പെട്ടെന്ന് എടുത്ത് ചാടരുത്. ഒരല്പമൊക്കെ ചിന്തിച്ചിട്ട്, അല്പമൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ ദൈവത്തോട് ഉടമ്പടി ചെയ്യാവൂ. ഞാൻ പറഞ്ഞു വരുന്ന ഭാഗമെന്ന് പറയുന്നത് എക്ലിയാസ്റ്റിക് ചാപ്റ്റർ 5 verse 1-6, സഭാപ്രസംഗി 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടി നമ്മൾ രണ്ട് രീതിയിൽ, നമുക്ക് അതിനു മുമ്പായിട്ട് ദൈവത്തിൻ്റെ ഏത് ഉടമ്പടിയെ നമ്മൾ നോക്കിയാലും നമുക്കൊന്ന് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞു, ഉടമ്പടി കവനന്റ് എന്നുള്ള വേർഡിൻ്റെ എബ്രായ വേർഡ് ബെരിത്ത് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിവൈഡ് ഇൻറ്റു 2, രണ്ടായിട്ട് മുറിക്കുക എന്ന് പറഞ്ഞാൽ, ഉടമ്പടിയിൽ ഒരു അടയാളമായി കാണുവാൻ സാധിക്കും. എവിടെയെല്ലാം ഒരു ഉടമ്പടി നടക്കുന്നുണ്ടോ, ഏതെല്ലാം മിക്കവാറും ഉടമ്പടികളിലൊക്കെ ഒരു രക്തച്ചൊരിച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മിക്കവാറും നിയമങ്ങളിലൊക്കെ ഒരു രക്തച്ചൊരിച്ചിൽ. നിങ്ങൾക്കറിയാം, നോഹയ്ക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടായി. എന്ത് ചെയ്തു? നോഹ ചില മൃഗങ്ങളെ ദൈവത്തിന് മുമ്പാകെ യാഗമായിട്ട് കൊടുത്തു. ഇസ്രായേൽ മക്കൾക്ക് സീനായ് മലയിലേക്ക് കടന്നു വന്ന് ദൈവം ഒരു ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? അവർ മൃഗങ്ങളുമായിട്ട് യാഗമായിട്ട് കടന്നു വരേണ്ടതായിട്ട് വന്നു. എവിടെയെല്ലാം ഉടമ്പടിയെ നമ്മൾ കാണുന്നുണ്ട്, അവിടെയൊക്കെ ഒരു സാക്രിഫൈസും നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു യാഗം കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിലെ ഉടമ്പടിയിലും എന്തുണ്ട്? ഒരു സാക്രിഫൈസ് ഉണ്ട്. പുതിയ നിയമത്തിലെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാനും ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. അങ്ങനെയെങ്കിൽ ആ ഉടമ്പടി യഥാസ്ഥാനപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട്. ആ സാക്രിഫൈസിലാണ് എൻ്റെ ഉടമ്പടി നിൽക്കുന്നത്. ആ രക്തച്ചൊരിച്ചിലാണ് എൻ്റെ ഉടമ്പടി യഥാസ്ഥാനപ്പെടുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, എവിടെയെല്ലാം ഉടമ്പടി നമ്മൾ കാണുമ്പോൾ അവിടെയെല്ലാം ഉടമ്പടിയിൽ രക്തത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിച്ചോട്ട്, ജെരമ്യ ചാപ്റ്റർ 34, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 18 മുതലുള്ള വാക്യം 20 വരെ, 18-20. കാളക്കുട്ടിയെ രണ്ടായി പിളർന്നുകൊണ്ട് അതിൻ്റെ പിളപ്പുകളുടെ നടുവേ കടന്ന് എന്നോട് നിയമം ചെയ്തതായിരിക്കുന്ന,
അപ്പോൾ ഇസ്രായേൽ മക്കൾ യഹൂദ പുരുഷന്മാർ അഥവാ പ്രമാണികളും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ദൈവത്തോട് ഉടമ്പടി ചെയ്തു. എങ്ങനെയാ ചെയ്തത്? യാഗമൃഗത്തെ നടുവെ മുറിച്ചുകൊണ്ട്, അഥവാ ഒരു രക്തച്ചൊരിച്ചിലോടുകൂടെയാണ് ഒരു നിയമം ചെയ്യുവാനായിട്ടിടയായി തീർന്നത്. അപ്പോൾ എവിടെയെല്ലാം നമ്മൾ കാണുന്നു അവിടെയൊക്കെ ഒരു രക്തച്ചൊരിച്ചിലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ എന്തുകൊണ്ട് നമ്മളൊരു ഉടമ്പടി ചെയ്യണം എന്നുള്ളത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. എന്താ ഉടമ്പടി ഒന്നും ചെയ്യാതെ മുമ്പോട്ട് പോയാൽ വല്ല കുഴപ്പമുണ്ടോ? ഉടമ്പടി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം വല്ലതും ഉണ്ടോ? ഒന്നാമത്തെ ബെനിഫിറ്റ്, വൈ ഷുഡ് വി മേക്ക് കവനന്റ്? എന്തുകൊണ്ട് നാം ഉടമ്പടി ചെയ്യണം? അതിൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റാണ് കവനന്റ് ഗിവ്സ് certain rights and privileges. ഉടമ്പടി ചില പദവികളെ നമുക്ക് നൽകി തരുന്നു. ഉടമ്പടി ചില പദവികളെ നമുക്ക് നൽകി തരുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞു എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 5, ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടി കൊണ്ട് അവർക്ക് എന്ത് ലഭ്യമായി? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഞാൻ നിന്നെ ആരാക്കിയിരിക്കുന്നു? രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുന്നു. അപ്പോൾ രാജകീയ പുരോഹിത വർഗമാകണമായിരുന്നു എങ്കിൽ ഇവരെന്ത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു? ഒരു ഉടമ്പടി ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ ഒരു ഹയർ പ്രിവിലേജിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം, എവിടെ നമുക്കൊരു വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാണോ, നമ്മുടെ യോഗ്യത നമ്മൾ പ്രാപിക്കണമെങ്കിൽ അവിടെയെല്ലാം ഒരു ഉടമ്പടി ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോട് ഞാൻ നിന്റെ മകൻ എന്നുള്ള ഒരു ഉടമ്പടി ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് മകൻ എന്നുള്ള ഒരു യോഗ്യത എനിക്ക് നിങ്ങൾക്കും പ്രാപിക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, വേദപുസ്തകം പറയുന്ന അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത് അവരെല്ലാം ദൈവമക്കളാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗിദെയോൻ ഒരു ചോദ്യം ചോദിച്ചു, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതെന്തുകൊണ്ട് സംഭവിച്ചു? ഈ ചോദ്യം ചോദിക്കണമായിരുന്നുവെങ്കിൽ ആ ചോദ്യം ചോദിക്കേണ്ടവർ ഒരു ഉടമ്പടി ചെയ്തവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു സാധാരണപ്പെട്ട വ്യക്തിക്ക് ആ ചോദ്യം ചോദിക്കുവാൻ പറ്റത്തില്ല. ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുടെ കയ്യിൽ തോറ്റോടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരൊറ്റ വ്യക്തി പോലും ആ ചോദ്യം ചോദിച്ചില്ല. എന്നാൽ ഗിദെയോന് ചോദിക്കുവാൻ സാധിച്ചു. ഗിദെയോൻ ഒരു കാര്യം അറിയാം, ഈ ദൈവം ഞങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഈ ദൈവം ഞങ്ങളോട് ഉടമ്പടി ചെയ്തുകൊണ്ടാണ് മിസ്രൈമിൻ്റെ അധീനതയിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്, ചെങ്കടൽ ഞങ്ങൾക്ക് രണ്ടായി വിഭാഗിക്കപ്പെട്ടത്, മരുഭൂമി ഞങ്ങൾക്ക് മന്ന തന്നത്, കാട തന്നത്. എന്നാൽ ആ ദൈവം ഇന്നുണ്ടെങ്കിൽ ഈ 7 രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് കനാൻ നാട് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഒരു ദൈവം ജീവിക്കുന്നുവെങ്കിൽ ഇന്നവൻ എവിടെ? എന്താ കാരണമായിരിക്കുന്നത്? ഗിദെയോൻ ഒരു കാര്യം അറിയാം, ഈ ദൈവത്തോട് ഞാനൊരു ഉടമ്പടി ചെയ്തതാ, ഈ ദൈവവും ഞങ്ങളുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഉടമ്പടിയിൽ എനിക്കും നിങ്ങൾക്കുമുള്ള പ്രിവിലേജ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിരിക്കുന്ന പദവി എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ മക്കൾ പണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരിക്കൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അടുത്ത ദിവസം രാവിലെ വന്ന സമയത്ത് കേരളത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്. താൻ വീട്ടിൽ കടന്നു വന്നപ്പോൾ, ഞാൻ മനസ്സിലാക്കുന്നു കൊച്ചു വിദേശിയാണെന്ന്, അദ്ദേഹം പറഞ്ഞു വന്ന ഇപ്രകാരമാണ്, തൻ്റെ വീട്ടിലേക്ക് താൻ വന്നപ്പോൾ തൻ്റെ വാഴക്കൊല ഒരെണ്ണം ആരോ മോട്ടിച്ചുകൊണ്ട് പോയി. ഈ മോട്ടിച്ചുകൊണ്ട് പോയി താൻ തിരിച്ച് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ താൻ നട്ടു വളർത്തി വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്നതായിരിക്കുന്ന വാഴക്കൊല പോയപ്പോൾ അദ്ദേഹം തിരിച്ച് അവിടെ നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദിച്ചതാണ്, ഗബ്രിയേലേ, മീഖായേലേ, ദൈവത്തിൻ്റെ വേല ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ സൂക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ളതാണ്, എൻ്റെ വാഴക്കൊല ആര് കൊണ്ടുപോയി? അല്പം കഴിഞ്ഞപ്പോൾ ഈ വാഴക്കൊലയും ചുമ്മിക്കൊണ്ട് കട്ടുകൊണ്ട് പോയ കള്ളൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇതെന്താ ഞാൻ പറഞ്ഞു വന്നതിന് മനസ്സിലായോ? തൻ്റെ പദവി അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് ഈ അനുഗ്രഹം താൻ പ്രാപിച്ചു. തൻ്റെ പ്രിവിലേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും അതനുസരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിവിലേജ് എന്തെന്ന് നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കുന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ദൈവ പൈതലാകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള പദവി എനിക്ക് തന്നിരിക്കുന്നുവെങ്കിൽ
എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ആ ഒരു ചോദ്യം ചോദിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് അത്ഭുതത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുവാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മനസ്സിലായോ? ഒരു ഉടമ്പടി കടന്നു വന്നെങ്കിൽ മാത്രമേ എൻ്റെ പ്രിവിലേജ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ, എൻ്റെ പദവി എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ, എന്നെ എന്തിലാണ് നിർത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തുള്ളൂ, എനിക്കുള്ള അധികാരം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ, എനിക്കുള്ള കഴിവെന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധമെന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട, വെറുതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് വേദപുസ്തകം പിടിക്കുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തോട് ഉടമ്പടി ചെയ്ത ബന്ധത്തിൽ മുൻപോട്ട് പോകുവാനാണ്. ആ ഒരു പ്രിവിലേജ്, എൻ്റെ യോഗ്യത, എൻ്റെ പദവി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് ഏതാണ്ട് യോഗ്യത കൊണ്ടല്ല, പിന്നെയോ എൻ്റെ കർത്താവ് എന്നെ യോഗ്യനാക്കിയതുകൊണ്ട് ഞാൻ അതായിരിക്കുക. ഈ ഉടമ്പടി ചെയ്തത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കർത്താവ് എന്നെ യോഗ്യനാക്കി. നിങ്ങൾ മനസ്സിലാക്കണമേ, ആ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ യോഗ്യത, എൻ്റെ പ്രിവിലേജ് എന്തെന്നുള്ളത് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അനേക ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവും നമ്മൾ, കർത്താവായ യേശു നമ്മളുമായിരിക്കുന്ന ബന്ധം ദൈവത്തിൻ്റെ മക്കൾ ഒരു ഏറ്റവും ലീസ്റ്റ് ബന്ധമാണ്. തുടങ്ങുന്നത് അവിടെ വച്ച ഈ ബന്ധത്തിലാണ് ഞാനും എൻ്റെ കർത്താവ് ഉടമ്പടി ചെയ്യുന്നത്. ദൈവം എൻ്റെ പിതാവ്, ഞാൻ അവൻ്റെ മകനായി. പ്രിയപ്പെട്ട, വാസ്തവമായിട്ട് ഈ ഒരു ബന്ധത്തിൻ്റെ അനുഗ്രഹം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇതിലൊക്കെ മെച്ചമായിട്ട് നമ്മൾ ജീവിച്ചു പോകും. നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദ് ഗോലിയാത്തിനെ നേരിടുവാനുള്ള ഒരു കാരണം അതാ. എന്താണ് തൻ്റെ പ്രിവിലേജ് എന്നുള്ളത് ദാവീദ് മനസ്സിലാക്കി. ഇസ്രായേൽ മക്കൾ ഒന്നും മനസ്സിലാക്കിയില്ല. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആര് എന്ന്, ദൈവത്തിൽ നമ്മൾ ആര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ, ദൈവവും ഞാനുമായിട്ട് ഉടമ്പടിയുടെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കിയാൽ, അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. രണ്ട്, ഈ ഉടമ്പടി എന്തുകൊണ്ട് വരുന്നു? ഈ ഉടമ്പടിയാണ് ടു ഹാവ് എ ഡീപ്പ് റിലേഷൻഷിപ്പ് and fellowship with God. To have a deep relationship and fellowship with God. ദൈവത്തോട് ഒരടുത്ത ബന്ധം, ദൈവത്തോട് അടുത്ത ബന്ധം. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ മകനാണെങ്കിൽ എനിക്ക് എന്തുണ്ട്? എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ഏത് സമയവും ധൈര്യത്തോടെ കടന്നു ചെല്ലുവാനുള്ള ഒരു പദവി, ആ ഒരു ബോൾഡ്നെസ്. എന്താ എനിക്കുള്ളത്? ഏത് കാര്യങ്ങൾ പോയി പറയുവാൻ സാധിക്കും? എൻ്റെ എല്ലാ വിഷയങ്ങളും ഒന്ന് പകരുവാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും ഒന്ന് പകരുവാൻ സാധിക്കും. എന്താ അതുകൊണ്ട് ലഭിക്കുന്നത്? ഒരു ഡീപ്പർ റിലേഷൻ. ഞാൻ മുമ്പേ പറയുണ്ടായി, വിവാഹ ജീവിതം അത് ഒരു കവനൻ്റ് റിലേഷൻഷിപ്പാണ്. പക്ഷേ ആ കവനൻ്റ് റിലേഷൻഷിപ്പ് കൊണ്ട് എന്താ ലഭിക്കുന്നത്? ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് അവർ കടന്നു പോകുകയാണ്, ഒരാഴത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് അവർ കടന്നു പോകുകയാണ്. തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ ആഴമെന്തെന്നോ അവർ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയോണം, ഇതിന് മുൻപ് ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഒരു രണ്ടുപേരുണ്ടെങ്കിൽ അവർക്ക് ആ ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് പോകുവാൻ സാധ്യമല്ല. പക്ഷേ എന്താ അവരെ അങ്ങോട്ട് കൊണ്ടുപോയത്? ആ ഉടമ്പടി. നിങ്ങൾ മനസ്സിലാക്കിയോണേ, ആ ഉടമ്പടി ദൈവവും ഞാനുമായിട്ട് ഉടമ്പടിയാണ് ദൈവത്തോടുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് എന്നെയും നിങ്ങളെ നയിക്കുന്നത്. ആ വളരെ ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക്, വളരെ ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കിയോണം. ഞാൻ അവൻ്റെ മകനാകുന്നുവെങ്കിൽ ആ മകൻ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് തന്നെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുമോ, എത്രമാത്രം എനിക്ക് ബന്ധപ്പെടുവാൻ സാധിക്കുമോ, എത്രമാത്രം എനിക്കൊരു ബന്ധത്തിൽ ആഴത്തിൽ ബന്ധപ്പെടുവാൻ സാധിക്കുമോ, അത് മുഴുവൻ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ബിക്കോസ് ഞാൻ അവൻ്റെ മകനാണ്. ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു കവനൻ്റ്, ദൈവത്തോട് ചെയ്ത ഉടമ്പടി, അതാണ് എന്നെ ആ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവന്നത്. മൂന്നാമത്തെ ഭാഗം, ടു ഫുൾഫിൽ the expectation and requirements of God. To fulfill the expectation
and the requirements of God. ദൈവത്തോട് ഉടമ്പടി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ദൈവം എന്നെ എന്തിനു വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്, എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പർപ്പസ്, എന്താണ് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. ഒരു തീരുമാനമെടുക്കാതെ, ഒരു നിയമം എടുക്കാതെ, യാതൊന്നും ചെയ്യാതെ വർഷങ്ങളായിട്ട് വന്ന് പള്ളിയിലിരുന്ന് കൈയടിച്ചത് കൊണ്ട് എന്ത് കിട്ടത്തില്ല? ആ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല. ആ ബന്ധമെന്തെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് രക്തത്തിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. യേശുക്രിസ്തുവാകുന്ന ഏക യാഗത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. സങ്കീർത്തനം 50:5 പ്രകാരം പറയുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാർ. അപ്പോൾ വിശുദ്ധൻ എന്നുള്ള പദവിയിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഒരു ഉടമ്പടി ചെയ്തേ പറ്റത്തുള്ളൂ. ആ ഉടമ്പടിക്ക് എന്തുകൊണ്ട്? ഒരു യാഗമുണ്ട്. ആ യാഗത്തിൽ കൂടെ ഒരു ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടിയാണ് എൻ്റെതായിരിക്കുന്ന എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ മക്കളെ സീനായ് മലയുടെ അടിവാരത്തിൽ കൊണ്ടുവന്ന് ദൈവം അവരോട് ഉടമ്പടി ചെയ്യുന്നത് വരെ ഇവർക്ക് പോലും അറിയത്തില്ല ദൈവം എന്തിനാ വിളിച്ചുകൊണ്ട് വന്നെന്ന്. പക്ഷേ സീനായ് മലയുടെ അടിവാരത്തിൽ വന്നെത്തിയപ്പോൾ ദൈവം അവരുമായിട്ട് ഉടമ്പടി ചെയ്തു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ഉടമ്പടി. എന്താണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പർപ്പസ്, എന്താണ് ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഉദ്ദേശം എന്നുള്ളത് അവർ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നത്. ആ ഉടമ്പടി അവിടെ വെച്ച് നടന്നില്ലായിരുന്നുവെങ്കിൽ അവർ സാധാരണപ്പെട്ട ജനങ്ങളെപ്പോലെ പിന്നെയും അവർ മരുഭൂമിവാസം പിന്തുടർന്ന് മുൻപോട്ട് പോയേനേയും. എന്നാൽ അവിടെ വെച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി, ഞങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ആരായിട്ട്? തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമെന്ത്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനും ദൈവമായിട്ടുള്ള ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, എങ്ങോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, എന്താണ് ദൈവം എന്നെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഓട്ടം പരാജയമാണ്. അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുകയില്ല. അപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ പ്രിവിലേജ്, എൻ്റെതായിരിക്കുന്ന ഈ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക. ആ ഉടമ്പടിയിലേക്ക് ഞാൻ കടക്കുമ്പോൾ, ആ ഉടമ്പടിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവായ യേശു, നിങ്ങൾക്കറിയാം, ആ വളർന്നതായിരിക്കുന്ന ഗലീലയിൽ കടന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തൻ്റെ കരങ്ങളിൽ ലഭിച്ചപ്പോൾ ആ പുസ്തകം എടുത്ത് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ദാറ്റ്സ് ഓൾ. യേശു ഒരു കാര്യം മനസ്സിലാക്കി, ഇതാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ. അതെന്ത് ചെയ്തു? യേശു അത് ഓപ്പറേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്താ ചെയ്തത്? അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുക, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ചെകിടന്മാർക്ക് കേൾവി, ഇത് ഞാൻ പ്രൊക്ലെയിം ചെയ്യുകയാണ്. ഏതാണ്ട് യോഗ്യത കൊണ്ടല്ല, ഇരുന്ന് കൃപാവരം പ്രാപിച്ചത് കൊണ്ടല്ല, പിന്നെ ഒറ്റ യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ. ആ യോഗ്യത എന്ന് പറയുന്നത് ദൈവം വിളിച്ചത് എന്തിനെന്ന് മനസ്സിലാക്കി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഏതിനെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻ്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ പദവിക്ക് അനുസരണമായിരിക്കുന്ന അധികാരം എന്നെക്കൂടെ വെളിപ്പെടുവാൻ സാധിക്കും. അതിൽ കൊണ്ട് അർത്ഥമാകുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക. 4, to appropriate the promise and blessings of God. To appropriate the promise and blessings of God. ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റെടുക്കുക. പലപ്പോഴും ഇന്ന് ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ദൈവം അനുഗ്രഹിക്കാഞ്ഞിട്ടല്ല. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പല സ്റ്റെപ്പായിട്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു.
പക്ഷേ അബ്രഹാമെ പൂർണ്ണമായിട്ട് ദൈവം അവസാനപ്പെടുന്ന ഒരു വേർഡുണ്ട്, അബ്രഹാമേ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു. ഐ ബ്ലസ് യു അബണ്ടൻലി. എന്താ അതിന് കാരണമായി തീർന്നത്? അബ്രഹാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തോട് ഉടമ്പടി ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾ മുൻപോട്ട് കടന്നുപോയി. ആ ഓരോ പ്രാവശ്യവും ദൈവത്തോട് ചെയ്ത ഉടമ്പടി തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പിന്നാലെ അനുഗ്രഹം കൊണ്ടുവരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിന് വേണമായിരുന്നെങ്കിൽ ആദ്യത്തെ ആ വിളിക്കനുസരണമായിട്ട് നിൽക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാം വാഗ്ദത്ത ദേശത്ത്, കനാൻ ദേശത്ത് ഒരു വെറുതെ ഒന്ന് നടന്നു പോയേനെ. എന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഓരോ സമയങ്ങളിൽ ദൈവത്തെ താൻ സ്നേഹിക്കുന്നത് വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്നത് കൊണ്ട് അബ്രഹാമിനെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, സമർത്ഥമായിട്ട് അനുഗ്രഹം പ്രാപിക്കണമായിരുന്നുവെങ്കിൽ ഈ സകല മേഖലകളിൽ കൂടെ അബ്രഹാം കടന്നു പോകണമായിരുന്നു. ഇത് അബ്രഹാം കടന്നു പോയത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് നമുക്കറിയാം. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ 1, 2, 3, 4 സ്റ്റേജിലൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആ ഫുൾനെസ്സിലേക്ക് നമ്മൾ കടന്നു വരാതെ അതിനൊരു സ്റ്റോപ്പ് അവിടെ വെച്ചിരിക്കുക. അനുഗ്രഹിപ്പാൻ ദൈവത്തിന് മനസ്സുണ്ട്, വിടിവിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്, പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അടുത്ത ലെവൽ ഓഫ് കവനൻറ്റിലേക്ക്, ഉടമ്പടിയിലേക്ക് കടക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് എൻ്റെ അനുഗ്രഹത്തെ ഞാൻ തന്നെ തടഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? എന്താ വിഷയമെന്ന്? ദൈവം വിളിച്ചിരിക്കുന്നത് സമൃദ്ധമായിട്ട് അനുഗ്രഹിപ്പാൻ. ഞാൻ അവൻ്റെ മകനാകുന്നുവെങ്കിൽ അവൻ്റെ മകനെന്നുള്ള പദവി മുഴുവൻ അലങ്കരിപ്പാൻ ഈ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹം. ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ച് നോക്ക്, സ്വയമായിട്ടൊന്ന് എക്സാമിൻ ചെയ്ത് നോക്ക്. ഇന്ന് ദൈവത്തിൻ്റെ മകനെന്നും മകളെന്നും വിളിക്കപ്പെടുവാനുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന പദവി എനിക്കും നിങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ എത്രത്തോളവും അതിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ അവിടെ നമ്മളെ കെട്ടിവെച്ചിരിക്കുന്ന വെപ്പുകൾ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഒന്ന് മനസ്സിലാക്കണേ, ദൈവത്തോടൊരു ഉടമ്പടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും ആ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകുന്നവനല്ല. ഞാൻ ആ ഉടമ്പടിയിൽ മാറിപ്പോകാത്തിടത്തോളം കാലം എനിക്ക് ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഞാൻ അനുഭവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം. വിത്ത് വിതച്ചു, അത് നല്ല നിലത്ത് വീണു, പക്ഷേ അത് ഫലം കായ്ച്ചത് 30, 60, 100 മേനി. എന്താ എല്ലാ വിത്തും 100 മേനി വിളയാഞ്ഞത്? എല്ലാ വിത്തും 100 മേനി വിളയാഞ്ഞത് ആ നിലത്തിൻ്റെ കുഴപ്പവുമല്ല, ഒന്നുമല്ല, ആ വിത്തിൻ്റെ കുഴപ്പം തന്നെ. ഇപ്പുറത്ത് നിന്ന് ഒരു നെല്ല് 100 മേനി വിളഞ്ഞുവെങ്കിൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന 30 മേനി ആകണമെന്നുള്ള ഒരാഗ്രഹമില്ല. ഇപ്പുറത്ത് നിന്ന് നെല്ലിന് കിട്ടിയതുപോലെ വളവും വെള്ളവും ചൂടും വെയിലും എല്ലാം നിനക്കും കിട്ടിയതാ. പക്ഷെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ട് ആ 30 ആയിപ്പോയെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരു മാറ്റം വെച്ചിട്ടില്ല. ഇന്നലെ വന്ന ഒരു ദൈവവേദനെ ദൈവം ഉപയോഗിക്കുവാൻ കാരണം, നാളുകളായിട്ട് ഇരിക്കുന്നവരെ ദൈവം ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം, അവിടെ ഇരിക്കാനാണ് എനിക്ക് മനസ്സിലായില്ല? മനസ്സിലാകണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്തുവെങ്കിൽ, ദൈവത്തിൻ്റെ മുൻപിൽ ആ ഉടമ്പടിയോടുകൂടെ എനിക്കൊന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കുമെങ്കിൽ, അവിടെയാണ് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് പ്രിവിലേജ് ഞാൻ അനുഭവിക്കുന്ന, കംപ്ലീറ്റ് ബ്ലെസ്സിങ്സ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞു തരുവാൻ ആഗ്രഹിച്ച, ജസ്റ്റ് ഒരു ദൈവ പൈതൽ എന്നുള്ള പദവി മാത്രം. വേറെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ബന്ധമുണ്ട്. ദൈവം കർത്താവായ യേശുവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. അതോടൊപ്പം തന്നെ കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധമാണ് ദാസനും യജമാനുമായിട്ടുള്ള ബന്ധം. കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ് കൂട്ടുകാരുമായി തമ്മിലുള്ള ബന്ധം. ഇതെല്ലാം ഒരു കവനൻ്റ്. ഈ ഓരോ കവനും അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. എന്നാൽ ഞാൻ തുടങ്ങിയത്, നമ്മൾ ആദ്യം തുടങ്ങുന്ന ബന്ധത്തിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഏതാ? ദൈവമക്കളെന്നുള്ളത്. അതുവരെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ആ പ്രിവിലേജസ്, ആ അനുഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ 2 വിധ കവനന്റിനെ കാണുവാൻ സാധിക്കും. 2 types of God's covenant.
അതിലൊന്ന് കണ്ടീഷണൽ. ഒരു കണ്ടീഷനുണ്ട്. രണ്ടാമത്തത് അൺകണ്ടീഷണൽ. അതിന് ഒരു കണ്ടീഷനുമില്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഞാനത് വിശദമാക്കുന്നതിന് മുമ്പ്, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 7 ഉടമ്പടികളെ നമുക്ക് കാണുവാൻ സാധിക്കും. 7 മേജർ കവനൻസ്. 7 പ്രധാനപ്പെട്ട ഉടമ്പടി. അതിൽ ഫസ്റ്റ് കവനൻ ഏഡനിക്, ഏദൻ തോട്ടത്തിലെ ഉടമ്പടി. ആദം പാപം ചെയ്യുന്നതിന് മുമ്പ് ആ ഉടമ്പടി എന്നവർ കണ്ടീഷണലായിരുന്നു. ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 28, ചാപ്റ്റർ 2 വേഴ്സ് 16 and 17, 2-ാം അധ്യായം 16-17 വാക്യം. അതൊരു ഉടമ്പടി, ഒരു കണ്ടീഷണലായിരുന്നു. എന്ത് ദൈവം പറഞ്ഞു? ദൈവം അവരെ വിളിച്ചു, തോട്ടത്തിലാക്കി ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെയും നിറഞ്ഞ് ഇതിന്മേലൊക്കെയും വാഴുവീൻ. എന്നാൽ അവരെന്ത് ചെയ്യണമായിരുന്നു? യഹോവയാൻ ദൈവം അവരെ കൊണ്ടാക്കിയത് തോട്ടം കാപ്പാനും തോട്ടത്തിലെ വേല ചെയ്യുവാനും. അതോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നരുത്. അത് കണ്ടീഷണലായിരുന്നു. ഈ കണ്ടീഷൻ എന്ന് ലംഘിക്കുമോ ഈ ഉടമ്പടി ലംഘിച്ചു. അതാണ് ആദമിൻ്റെ ഹവ്വയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. അതാണ് ഫസ്റ്റ് കവനൻ. രണ്ടാമത്തെ കവനൻ നോഹി കവനൻ. നോഹിക്ക് ദൈവം കൊടുത്ത ഉടമ്പടി. അതാണ് ജനസിസ് ചാപ്റ്റർ 9 വേഴ്സ് 8 to 16, ഉൽപ്പത്തി 9 8 മുതൽ 16 വരെ. അത് അൺകണ്ടീഷണലായിരുന്നു. ദൈവം നോഹയോടൊന്നും ചോദിച്ചില്ല. ദൈവം നോഹയോടൊന്നും പറഞ്ഞില്ലേ, നീ ഇന്നത് ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ദൈവം പറഞ്ഞില്ലേ. ദൈവം ഒരു കാര്യം പറഞ്ഞു, നോഹയെ, നോഹ വെച്ചതായിരിക്കുന്ന സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ ദൈവം തിരിച്ച് നോഹയോട് പറയുകയാണ്, നോഹയെ, ഞാൻ നിന്നോടും നിൻ്റെ സന്തതിയോടും ഭൂമിയിലെ സകല മൃഗങ്ങളോടും സകലത്തിനോടും നിയമം ചെയ്യുക. എന്താ നിയമം? ഞാൻ ഇനി വെള്ളം കൊണ്ട് ഭൂതലത്തെ മുഴുവനായി നശിപ്പിച്ച് കളയുകയില്ല. നോഹയൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. നോഹയോട് ദൈവം ഒന്നും ചോദിച്ചില്ല ഉടമ്പടി ചെയ്യുവാൻ. ഉള്ളി ദൈവം തന്നെ മുൻപോട്ട് കടന്നു വന്ന് ദൈവം തന്നെയാണ് അത് പറഞ്ഞു വന്നത്. അതിന് ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം ഒരു അടയാളങ്ങൾ കൊടുത്തു. ആ അടയാളമായിരുന്നു മഴവില്ല്. മോസ്റ്റ് ഓഫ് ദ ടൈം, പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഈ ഉടമ്പടിയിൽ ഒരടയാളം കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിൽ പല സന്ദർഭങ്ങൾ നിങ്ങൾ നോക്കിയാൽ പല ഉടമ്പടി ചെയ്തതൊക്കെയും കല്ല് കൂട്ടി വെക്കുന്നുണ്ട്. ചില അടയാളങ്ങൾ വെക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ ഉടമ്പടി ലംഘിക്കുവാൻ സാധ്യമേ അല്ലെന്ന് വെളിപ്പെടുത്തുവാൻ. ആ നോഹയ്ക്ക് ലഭിച്ച ഉടമ്പടി എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിരുന്നു. മൂന്നാമത്തെ ഉടമ്പടി എബ്രഹാമിക്. നിങ്ങൾ ആ ഏഡനിക് കവനനെ കുറിച്ച് എഴുതുമ്പോൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താട്ട്, ദ ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ്. ഏഡനിക് കവനൻ, the dispensation of innocence. നിഷ്കളങ്ക യുഗം. ആ യുഗത്തിലാണ് ആദമിന് ലഭിച്ച ഉടമ്പടി. 2 നോഹായിക്, ദ ഡിസ്പെൻസേഷൻ ഓഫ് ഹ്യൂമൻ ഗവൺമെൻറ്, മാനുഷിക ഭരണകൂട യുഗം. ദ ഡിസ്പെൻസേഷൻ ഓഫ് ഹ്യൂമൻ ഗവൺമെൻറ്. മൂന്നാമത്തത് അബ്രഹാമിക്, അബ്രഹാമിൻ്റെ കവനൻറ്റ്. ജനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 1 to 3. നിങ്ങൾക്കറിയാം, അത് മുതൽ 17-ാം അധ്യായം വരെ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ഉടമ്പടിയാണ്, ഇൻക്ലൂഡിങ് പരിച്ഛേദന, ഒരടയാളം വരെ. ഇത് ഏത് യുഗമാണ്? ദ ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ്, വാഗ്ദത്ത യുഗം. അവിടെയാണ് ദൈവം അബ്രഹാമിന് ഉടമ്പടി കൊടുക്കുന്നത്. ആ ഉടമ്പടി കണ്ടീഷണലായിരുന്നു, നിയമത്തെ വെച്ചുകൊണ്ടാണ്. 4-ാമത്തെ ഉടമ്പടി മൊസായിക് കവനൻറ്റ്, മോശയ്ക്ക് ലഭിച്ച ഉടമ്പടി. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 1 to 2, 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 1 to 2,
31 അധ്യായം 18 വരെ. Chapter 31 verse 18. Exodus chapter 20 verse 1 onwards. Chapter 31 verse 18. യുഗം എന്ന് പറയുന്നത് ഡിസ്പെൻസേഷൻ ഓഫ് ലോ, ന്യായപ്രമാണ യുഗം. ഏഴാമത്തെ മേജർ കവനന്റ് പലസ്റ്റീനിയൻ കവനന്റ്. അഞ്ചാമത്തത് പലസ്റ്റീനിയൻ കവനന്റ്. 5 പലസ്റ്റീനിയൻ കവനന്റ്. പലസ്റ്റീനിയൻ കവനന്റ് എന്ന് പറയുന്നത് ദൈവം ഇസ്രായേൽ മക്കളെ വാഗ്ദത്തനാട്ടിലെ തൊട്ട് മുൻപിൽ കൊണ്ടുവന്നിട്ട് ദൈവം അവരോട് ഉടമ്പടി ചെയ്യുന്നു. Deuteronomy chapter 29 verse 1 onwards. Chapter 30 verse 20. Chapter 30 verse 20. Deuteronomy chapter 29 ആവർത്തനം 29 1 മുതൽ 30 അധ്യായം 20 വാക്യം വരെ. അതും ഡിസ്പെൻസേഷൻ ഓഫ് ലോ, ന്യായപ്രമാണ യുഗത്തിൽ തന്നെ. 6th one ഡേവിഡിക് കവനന്റ്, ദാവീദിന് കൊടുക്കുന്ന ഉടമ്പടി. ദൈവം ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. 2 Samuel chapter 7 14 to 16. 2 ശമൂവേൽ 7 അധ്യായം 14 മുതൽ 16 വരെ. നിങ്ങൾക്കറിയാം എന്ത് നിയമമാ ദൈവം ദാവീദിനോട് ചെയ്യുന്നത്. ദാവീദ് ദൈവത്തിന് ഒരു കൂടാരം, ഒരു സ്ഥിരമായ ഭവനം പണിയുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം തിരിച്ച് ദാവീദിനോട് പറയുന്നത്, ദാവീദേ, ഞാൻ നിൻ്റെ കൂടാരം എന്നേക്കും സ്ഥിരമാക്കും, നിൻ്റെ മക്കൾ രാജ്യത്തിലെ നിനക്ക് നിൻ്റെ രാജ്യത്വം സ്ഥിരമായിരിക്കും. 7th covenant, അതും ദ ഡിസ്പെൻസേഷൻ ഓഫ് ലോ, ന്യായപ്രമാണ യുഗത്തിലാണതും. 7ാമത്തത് ന്യൂ കവനന്റ്, പുതിയ നിയമം. അതാണ് ഈ കാലങ്ങൾ. Hebrews chapter 8 verse 7 to 13. Hebrews 8 7 to 13. 10th chapter verse 16 and 17. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അതാണ്, ന്യൂ കവനന്റ്, പുതിയ നിയമം. അത് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗം. പ്രധാനമായിട്ട് 7 ഉടമ്പടികളെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ഉടമ്പടി, ഒത്തിരി ഉടമ്പടിയുണ്ട്. പ്രധാനമായിട്ട് 7 ഉടമ്പടികളെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഓരോ ഉടമ്പടിയിലേക്ക് നമ്മൾ കടക്കുന്നില്ല, ഓൾറെഡി സമയം കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി അതിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയും. ഞാൻ ചിന്തിച്ചിരുന്നു 1-2 ഉടമ്പടിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് ചിന്തിച്ചു, പക്ഷെങ്കിൽ നോട്ടായി. നിങ്ങളിത് വീട്ടിൽ പോയി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ ജസ്റ്റ് കോൾ മീ, ഞാൻ അത് എടുക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന് രാത്രിയെങ്കിലും ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നത് വളരെ നല്ലതാണ്. എന്താ ഉടമ്പടി? ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. എന്തുടമ്പടിയാണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നു, ആകയാൽ ഞാൻ അവരെ കൈക്കൊണ്ട് അവർ എനിക്ക് മകനും മകളും, ഞാൻ അവർക്ക് ദൈവമായിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒരൊറ്റ ഉടമ്പടി ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി എടുക്കുവാൻ ഇടയായിത്തീർന്ന സാഹചര്യം. അന്ന് മെസ്സേജ് കൊടുത്തത് ആരെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെങ്കിൽ ആ ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞേ, വളരെ നല്ലതാണ് ദൈവത്തിൻ്റെ മകനെന്നുള്ള ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഓർത്തോണം, തെറ്റ് ചെയ്താൽ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. ആ ശിക്ഷയുടെ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ആ ഉടമ്പടി എടുത്തത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. പലപ്പോഴും ആ പ്രിവിലേജ് നിൽക്കുവാൻ കാരണമാണ്. ഞാൻ മറ്റു വലിയ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു, ജസ്റ്റ് ഒരു ചെറിയ കാര്യം. ദൈവത്തിൻ്റെ മകൻ എന്നുള്ള പദവി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഇന്ന് ഒരു തീരുമാനം ഏതായാലും അത് എടുത്തിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയോ. കാരണം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷമായി സ്വീകരിച്ചപ്പോൾ വി ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, നമ്മൾ ദൈവമക്കളായി. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ആ കവനൻറ്റിലേക്ക് നമ്മൾ വന്നിരിക്കുക. എന്നാൽ ഇന്ന് ഞാനൊന്ന് പറഞ്ഞു തരുവാൻ ആഗ്രഹിച്ചത്, എന്തോ എടുത്തെന്നുള്ള ഒരു തീരുമാനമല്ല, അതൊരു കവനൻറ്റ് ആണെന്ന് മനസ്സിലാക്കി ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് അനുഭവിപ്പാനും ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് പലതും പ്രാപിക്കുവാനും സാധിക്കും. ആ ഒരു സ്റ്റെപ്പിലെ കർത്താവേ, ഞാൻ മകനാ,
ആ ഉടമ്പടിയിലേക്ക് ഞാൻ കടന്നു വരുവാനാകെ എന്തെങ്കിലും തെറ്റ് വന്നാൽ കർത്താവെ നീ ഒന്ന് ശിക്ഷിച്ചാലും കുഴപ്പമില്ല. ഇല്ലയോ? മക്കളാണെങ്കിൽ ശിക്ഷ മേടിച്ചേ പറ്റത്തുള്ളൂ, വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കണ്ടീഷനിലാണ് ബ്ലെസ്സിങ് എങ്കിൽ, കണ്ടീഷനിലാണ് അതെങ്കിൽ നമ്മളൊന്ന് പറയുക, കർത്താവേ ഞാൻ നിൻ്റെ മകനാ, ആ മകൻ എന്നുള്ള പദവിയിൽ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരടി, ആ അടിയുടെ വേദന അല്പം വലുതായിരിക്കും.